പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ. വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. റോഡ് തകർച്ചയും കൊപ്പത്തെ ഗതാഗത പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങളും ചർച്ച ചെയ്ത് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. ജനപ്രതിനിധികളുടെ അഭാവം യോഗത്തിൽ പ്രകടമായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഈ മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. പട്ടാമ്പി ടൗൺ ഉൾപ്പെടെയുള്ള റോഡുകളുടെ തകർച്ച യോഗത്തിൽ ചർച്ചയായി. വാടാനംകുറിച്ചി റിവേൽ മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായുള്ള യാത്രാ ദുരിതവും യോഗം ചർച്ച ചെയ്തു. പട്ടാമ്പി കൂറ്റനാട് പാതയിലെ റോഡിന്റെ ശോചനീയാവസ്ഥയും ചർച്ചയായി. അമ്പലത്തിന്റെ പോണ റോഡിലേക്ക്, പ്രധാന റോഡല്ല അമ്പലത്തിലേക്ക്, അവിടുന്ന് ഇറങ്ങി ആ പ്രദേശത്ത് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളം മൊത്തം വരുന്നത് റോഡിൽ. ഞാങ്ങാറ്റി സെന്റർ വഴി ഏകദേശം അത് ബാക്കി പിന്നെ അപ്പുറത്ത് പിന്നെ പാടത്തേക്ക് ഇറങ്ങി പോണൊരു കുഴപ്പം. അപ്പൊ ഡ്രൈനേജ് ഇവര് ഈ എന്താ ഇവരുടെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല. ഒരു പീസ് ഡ്രൈനേജുകൾ. കൊപ്പത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമായി സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാനുള്ള നടപടികൾ പൂർത്തിയായെങ്കിലും ബന്ധപ്പെട്ടവരിൽ നിന്നും അനുമതി ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ യോഗത്തിൽ അറിയിച്ചു. ടൗണിലെ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയാക്കാത്തതിലും പ്രസിഡന്റ് യോഗത്തിൽ പ്രതിഷേധം അറിയിച്ചു. എല്ലാം റെഡിയാണ്, ഇതൊന്നും അവിടെ സ്ഥാപിക്കാൻ ഇതുവരെ ഒരു നടപടിയും ആരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. നമ്മുടെ ഇതിന്റെ ഭാഗമായി നിരന്തരമായി ഓരോ ഓഫീസുമായി കയറി ഇറങ്ങണം. കൊപ്പത്ത് മണിക്കൂറുകളോളം ഒരു ലക്ഷ്യമില്ലാതെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. വണ്ടികൾ, വാഹനപ്പെരുപ്പം നമുക്കറിയാലോ. ഇപ്പൊ റോഡെല്ലാം നല്ല സൗകര്യമുണ്ട്. പണ്ട് അവിടെ സിഗ്നൽ ഉണ്ടായത് അത് ഭാരമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. അന്ന് റോഡ് തീരെ വീതിയില്ലാത്ത സാധനം. ഇന്ന് യഥേഷ്ടം വീതിയുള്ളൊരു ടൗണായി മാറിയിട്ടുണ്ട്. അവിടേക്കുള്ള സിഗ്നലും റെഡിയായിരുന്നു. PWDക്ക് അതുപോലെ ട്രാഫിക് വകുപ്പിനെ എല്ലാവർക്കും കത്തയച്ച് ഇതൊന്ന് വയ്ക്കാനുള്ള ഒരു അനുമതി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ നടപടി. വിളയൂർ കൈപ്ര റോഡിന്റെ തകർച്ചയും കുടിവെള്ള പൈപ്പുകൾ തകരുന്ന പ്രശ്നങ്ങളാണ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ യോഗത്തിൽ അറിയിച്ചത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടി ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. എപ്പോഴും പൊട്ടിയിട്ടും ആ റോഡ് പോയി നോക്കിയപ്പോൾ നമുക്ക് കാണാം ഒരു 300 പൊട്ട് കൂരാഞ്ചി മുതൽ വിളയൂര് മുതൽ അങ്ങോട്ട് കൈപ്പുറം വരെയുണ്ട്. അപ്പൊ അത് നേരാക്കാണ്ട് ഇപ്പൊ നമ്മൾ ഈ റോഡ് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് 5 കോടിയുടെ വർക്കൊക്കെ വന്നിട്ട് നാളെ മറ്റന്നാൾ അത് പോയി പൊളിച്ചാൽ നാട്ടുകാരെന്തായാലും സമ്മതിക്കുന്നത് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, വിളയൂർ സ്കൂളിൽ ധാരാളം കുട്ടികൾ പോണ സ്ഥലമാണ് വിളയൂര് മുതൽ നമ്മുടെ പുളിഞ്ചോട് പാലം വരെ. പക്ഷെ ആ റോഡിന്റെ ഇരുവശങ്ങളിലും പിന്നെ PWD റോഡാണ്. വലിയ പന്തിയും അതുപോലെ വെള്ളക്കെട്ടും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ആ വെള്ളക്കെട്ടുള്ള ഭാഗം ഒന്ന് നേരിയേക്കാൻ എന്തെങ്കിലും ഫണ്ട് വെച്ചിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇത്. പക്ഷെ ഇതുവരെ നമുക്ക് അതിനുള്ളൊരു സംവിധാനം എന്തായാലും ഒരുങ്ങിയിട്ടില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലാത്തോണ്ട് പഞ്ചായത്ത് പന്നിശല്യവും തെരുനായ ശല്യവുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. കൊപ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇവയുടെ ശല്യം രൂക്ഷമാണെന്നും ശാശ്വതമായ നടപടി ഉണ്ടാകണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഗീതാ മണികണ്ഠൻ സൂചിപ്പിച്ചു. എവിടെയാണ് വിള നാശം അല്ലെങ്കിൽ മനുഷ്യന്മാർക്കൊക്കെ ഉപദ്രവമുള്ള രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ അത് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്ത് പഞ്ചായത്തുകാർക്ക് അതിന് നടപടിയെടുക്കാൻ ഇപ്പോൾ ഒക്ടോബർ മാസം വരെ ഒരു സമയമുണ്ട്. അത് മാക്സിമം എല്ലാ പഞ്ചായത്തും പ്രസിഡന്റുമാരും കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. കൊപ്പത്തൊക്കെ പന്നിശല്യം ഭയങ്കര രൂക്ഷമാണ്. കൃഷികളൊക്കെ ഉപേക്ഷിച്ച മട്ടിലാണ് കർഷകർ. അപ്പൊ അത്രയും ബുദ്ധിമുട്ടിലാണ് കർഷകരും. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്ന റോഡിൽ പന്നി കുറുകെ ചാടി ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ 2 കെട്ടിടങ്ങളുടെ ബലക്ഷയം പരിശോധിക്കണമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് യോഗത്തിൽ അറിയിച്ചു. കൊപ്പത്തെ സപ്ലൈക്കോയിലും ഓങ്ങല്ലൂർ കൃഷിഭവനിലെയും ഉദ്യോഗസ്ഥർക്കെതിരെയും യോഗത്തിൽ വിമർശനമുണ്ടായി. ഇക്കാര്യങ്ങൾ പരിശോധിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. എക്സൈസിന്റെ നേതൃത്വത്തിൽ താലൂക്കിൽ നടപ്പാക്കി വരുന്ന പ്രത്യേക ഡ്രൈവുകളെക്കുറിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ വിശദീകരിച്ചു. ലിറ്റർ പിടിച്ചെടുക്കേണ്ടായി. അതുപോലെ തന്നെ ഈ വാഷ് 936 ലിറ്റർ വാഷ് നമ്മൾ പിടിച്ചെടുക്കാൻ കഴിയും നമ്മുടെ തൊട്ടടുത്തുള്ള കോഴിക്കാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച്. അതുപോലെ തന്നെ IMFL മൊത്തം ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ 37.5 ലിറ്റർ നമ്മൾ വിവിധ കേസുകളിലായിട്ട് പിടിച്ചെടുക്കേണ്ടായി. അതുപോലെ തന്നെ ഈ പൊതുസ്ഥലങ്ങളിലുള്ള പിന്നെ സ്മോക്കിങ്, അതുപോലെ തന്നെ ഈ കടകളിലൊക്കെയുള്ള ഈ ലഹരി നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് 17 കോടതി ഫൈനുകളിൽ നിന്നായി 3400 രൂപയോളം നമ്മൾ ഈടാക്കിയിട്ടുണ്ട്.
തഹസിൽദാർ ടി.പി. കിഷോറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി. ഉണ്ണികൃഷ്ണൻ, വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.കെ. ബേബി ഗിരിജ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ഭൂരേഖ തഹസിൽദാർ ടി.പി. സേതു മുഹമ്മദ്, മറ്റു ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ജനപ്രതിനിധികളുടെ അഭാവം യോഗത്തിൽ പ്രകടമായി.